രാഷ്ട്രീയ കേരളം ഒന്നിച്ചൊന്നായി തമ്പടിച്ചു നടത്തിയ അതിതീവ്ര പ്രചരണത്തിന് നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. വീറും വാശിയും നിറഞ്ഞു നിന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണമാണ് ഇന്ന് അവസാനിക്കുക. ബുധനാഴ്ച ശബ്ദകോലാഹലങ്ങളില്ലാതെയും വോട്ടഭ്യർത്ഥന. നിലമ്പൂരിന്റെ പുതിയ MLAയെ തീരുമാനിക്കാൻ വ്യാഴാഴ്ച വോട്ടർമാർ വിധിയെഴുതും. നിയമപ്രകാരം വോട്ടെടുപ്പ് തുടങ്ങുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് പരസ്യപ്രചരണം അവസാനിപ്പിക്കണം. ഇന്ന് വൈകിട്ട് 6-നാണ് പ്രചരണത്തിന് തിരശീല വീഴുക. അതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള പ്രദർശനം, സംഗീത പരിപാടികളോ മറ്റു വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പ്രചരണം നടത്തൽ തുടങ്ങിയവയ്ക്ക് വിലക്കുകളാണ്. ഇന്ന് കലാശക്കൊട്ട് അവസാനിക്കുമ്പോൾ പുറത്തുനിന്ന് പ്രചരണത്തിനെത്തിയവർ തിരികെ മണ്ഡലം വിട്ടു പോകണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ VR വിനോദ് അറിയിച്ചു. വ്യാഴാഴ്ച നിലമ്പൂരിൽ ചൂണ്ടുവിരൽ മഷിപ്പുരളും. 23-ന് ഉദ്യോഗത്തിന്റെ വോട്ടെണ്ണൽ. നിലമ്പൂരിലെ വോട്ട് വരാനിരിക്കുന്ന നിയമസഭയിലെ വിധിയെഴുതാനുള്ള സെമി ഫൈനൽ പോലെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 21 ദിവസം നീണ്ടുനിന്ന പ്രചരണവും മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരിനുമാണ് നിലമ്പൂരിൽ വേദിയായത്. മുഴുവൻ സംവിധാനങ്ങളെയും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് UDFും LDFും പ്രചരണം നടത്തിയത്. ഇരു മുന്നണികൾക്കും ലഭിച്ച പിന്തുണയെ ചൊല്ലി തർക്കങ്ങളും നിലമ്പൂരിലേക്ക് കേരളത്തിന് ശ്രദ്ധ ആകർഷിച്ചു. ഇനി കൊട്ടിക്കലാശമാണ്. നിലമ്പൂരിന്റെ വിധിയെഴുതാൻ ദിവസങ്ങൾ ബാക്കി. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള മുന്നണികളുടെ ഓട്ടം ഇന്ന് ഫിനിഷിംഗ് പോയിന്റിൽ എത്തും.